Hi friends, welcome back to my channel Simply Me with Semi Mithun. അപ്പൊ നമ്മൾ ഒരുപാട് ഹെയർ പാക്കുകൾ കണ്ടു, ഹെയർ ഓയിൽസ് കണ്ടു, എന്തൊക്കെ ചെയ്യണം ഹെയറിന് വേണ്ടിയിട്ട്, ഹെയറിന്റെ ഗ്രോത്ത് കൂട്ടാൻ, ഡാൻഡ്രഫ് പോക്കാൻ വേണ്ടി, സിൽക്കി ഷൈനി ഹെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടു. ഞാൻ എന്റെ വീഡിയോയിൽ തന്നെ, എന്റെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കൂടാണ്ട് ഒരുപാട് വേറെ യൂട്യൂബേഴ്സും എല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം അറിയുന്നതാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പുറമെ പുരട്ടുന്നത് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള ഹെയറിനും ഹെയർ ഗ്രോത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. അപ്പം അത് ഏതൊക്കെയാണ് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോണത്. സോ ബിഫോർ ദാറ്റ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇവിടെ ഒരു റെഡ് കളർ ബട്ടൺ കാണാതെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി വരും, അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ വരാനും നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ പെട്ടെന്ന് കാണാനും പറ്റുള്ളൂ. സോ സബ്സ്ക്രൈബ് മൈ ചാനൽ ഫാസ്റ്റ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഹെൽത്തി ആയിട്ടുള്ള ലോങ് ആൻഡ് സ്ട്രോങ് ഹെയർ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ സ്ട്രാൻഡ്സ് ഓഫ് ഹെയർസ് എന്ന് പറയുന്നത് പലതരം സെൽസിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതെന്ന് പറയുന്നത് റിച്ച് ആയിട്ടുള്ള കെരറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ് നമ്മുടെ ഹെയറിന് വേണ്ടത്, അല്ലെങ്കിൽ ഹെയർ ഉള്ളത് ഓരോ സെൽസിലും. അപ്പം അതിന് നമ്മൾ നല്ല ഇതായിട്ടുള്ള വിറ്റാമിൻസും മിനറൽസും കൊടുത്താൽ മാത്രമേ ആ കെരറ്റിൻ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ നിങ്ങളെ ഹെയർ ഹെൽത്തി ആൻഡ് സ്ട്രോങ് ആയിട്ട് വളരാൻ സഹായിക്കുള്ളൂ. അപ്പൊ ഫുഡ് ഐറ്റംസ് ആണ് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോണത്. ഇത് നിങ്ങളുടെ ഹെയറിന് തീർച്ചയായിട്ടും സ്ട്രോങ് ആക്കി, കൂടാണ്ട് ലോങ് ആക്കാനും സിൽക്കി ഷൈനി ഹെയർ ആക്കും ചെയ്യും തീർച്ചയായിട്ടും. സോ ഇതും നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് നമ്പർ 1 എന്താന്ന് നമുക്ക് നോക്കാം. സോ നമ്പർ 1 ഇസ് എഗ് അഥവാ കോഴിമുട്ട. നമുക്ക് ഏറ്റവും പ്രാധാന്യമായിട്ട് ഹെയറിന്റെ ലെങ്ത്തിനും സ്ട്രോങ്ങിനും വേണ്ടി പ്രോട്ടീൻ ആണ്. കാരണം നമ്മളെ ഹെയറിൽ വേണ്ടത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് ആണ്. സോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്നും ഒരു കോഴിമുട്ട ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കുക. നിങ്ങൾക്ക് പുഴുങ്ങിയിട്ട് കഴിക്കാവുന്നതാണ് ഈ ഒരു കോഴിമുട്ട എന്ന് പറയുന്നത്. അതാണ് കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ ഓംപ്ലേറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കുന്നതിനെക്കാളും നല്ലത് ഇത് പുഴുങ്ങിയ കോഴിമുട്ട ആയിരിക്കും കുറച്ചും കൂടി റിച്ച് ആയിട്ട് പ്രോട്ടീൻ കിട്ടാൻ. പച്ചയോട് കഴിക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കഴിക്കാൻ പറ്റാത്തവർ പുഴുങ്ങിയ കോഴിമുട്ട കഴിക്കണതാണ് ഏറ്റവും നല്ലത്. ഒന്നെങ്കിലും ഒരു ദിവസം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ഹെയറിന് മാത്രമല്ല, നിങ്ങളുടെ നെയിൽസിനാണെങ്കിലും ശരി, നിങ്ങളുടെ സ്ട്രെങ്ത് നല്ലതാണ്. അപ്പം എഗ് ഒരു പ്രധാന അല്ലെങ്കിൽ പ്രധാന ഫുഡാണ്. സോ എന്താണെങ്കിലും എഗ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതായത് പച്ചില കറികള്. ഗ്രീൻ കളറിലുള്ള ഇലവർഗ്ഗങ്ങൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതിൽ കണ്ടെയ്ൻ ചെയ്യുന്നത് അയേൺ ആണ്. അയേൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ശരി, നിങ്ങൾക്ക് ഹെയർ ലോസ്, ഹെയർ ഫാൾസ് ഉണ്ടാവാൻ കൂടുതലായിട്ട് കാണുന്നതാണ്. സോ നമുക്ക് അയേൺ ഈവൻ ബോഡിയിലാണെങ്കിലും അയേൺ കുറയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ന്യൂട്രീഷൻസും വിറ്റാമിൻസും ഒന്നും ഓക്സിജൻ ഒന്നും ട്രാൻസ്പോർട്ട് ചെയ്യില്ല, പിന്നെ ഹെയറിലേക്ക് എത്തൂല. അപ്പൊ നിങ്ങൾ സ്ട്രാൻഡ്സ് ഉണ്ടാവും, ഹെയറിന്റെ ഓരോ സ്ട്രാൻഡ്സ് അതിന്റെ ഒരു സ്ട്രെങ്ത് കുറഞ്ഞിട്ട് അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനെക്കൊണ്ട് നിങ്ങളുടെ പച്ചില കറികൾ, ഇപ്പം ചീര, മുരിങ്ങേന്റെ ഇല, പിന്നെ ഇലവർഗ്ഗങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കുക. ഇത് നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടാനും സഹായിക്കും. അതുകൊണ്ട് ഹെയർ സ്ട്രോങ് ആക്കാനും നല്ല അയേൺ കണ്ടന്റ് വേണമെങ്കിലും പച്ചിലക്കറികൾ, അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കാം. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞത്, അതായത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുക. സിട്രിക് ആസിഡ് ആണ് അതിന് കൂടുതലായിട്ട് സഹായിക്കുക. അതായത് നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ഓറഞ്ച് അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങൾ ഇതിൽ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതായത് രാവിലെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വൈറ്റമിൻ സി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മുടെ ഹെയറിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അയേൺ ആണെങ്കിലും അത് അബ്സോർബ് ചെയ്യാനും വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളായ വൈറ്റമിൻ സി നമുക്ക് ധാരാളം ആവശ്യമുണ്ട്. അപ്പം രാവിലെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം, നിങ്ങൾ ഹണി യൂസ് ചെയ്യുക. പറ്റുന്നത് പഞ്ചസാരന്റെ അളവ് കുറച്ചിട്ട് ഹണി അല്ലെങ്കിൽ ഡിഫൈൻഡ് എന്താ പറയുക ഷുഗർ ഉണ്ടാവും, അതായത് ബ്രൗൺ ഷുഗർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുക. സാധാരണ പഞ്ചസാര യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഹണി യൂസ് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി നല്ലത്. രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പൊ വൈറ്റമിൻ സി അടങ്ങിയ സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്ന് പറയുന്നത് ഒമേഗ 3 ഫാറ്റി ആസിഡ് ആണ്. അതായത് നമ്മുടെ സീഡ്സ് അല്ലെങ്കിൽ നട്ട്സിലൊക്കെ ഉണ്ടാവുന്നതാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ
ശരീരത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ് നിങ്ങളുടെ ഹെയറിന്റെ തിക്നെസ് കൂട്ടുന്നത്, ഒരുപാട് വോളിയം കൊടുക്കുന്നതും ഹെയർ അത്ര കട്ടിയായിട്ട് നിൽക്കാനും ഈ omega-3 ഫാറ്റി ആണ് ഞങ്ങളെ സഹായിക്കുന്നത്. അപ്പം ഒരുപാട് ആൽമണ്ട്സ്, അതായത് ബദാം, അണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യുക. കൂടാണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഫ്ലാക്സ് സീഡ് എന്ന് പറയും, ഞാൻ ഇവിടെ പിക്ചർ കാണിക്കുന്നുണ്ട്. ആ ഫ്ലാക്സ് സീഡ് വാങ്ങിയിട്ട് ഇപ്പൊ എല്ലാ കടകളിലും അവൈലബിൾ ആണ്. അത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ നല്ലതാണ് ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. അപ്പം അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അല്ലെങ്കിൽ സാധാരണ നമ്മുടെ അണ്ടിപ്പരിപ്പ്, ബദാം, വാൾനട്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നതും നല്ലതാണ്. ഇതും നിങ്ങൾ ദിവസം കഴിച്ചില്ലെങ്കിലും ശരി, വീക്ക്ലി ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ദിവസം 1-2 കഴിച്ചാലും മതി. ഒരുപാട് വാരി വലിച്ച് കഴിക്കണമെന്നില്ല. അപ്പം ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. പിന്നെ പറയുന്നത് ക്യാരറ്റ് ജ്യൂസ് ആണ്. ക്യാരറ്റ് ജ്യൂസിൽ വൈറ്റമിൻ എ കണ്ടന്റ് ഉള്ളതിനെ കൊണ്ട് വൈറ്റമിൻ എ ആണ് നിങ്ങളുടെ ഹെയറിനെ പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്നത്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് കൊടുക്കുന്ന വൈറ്റമിൻ എ ആണ്. അതിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ വൈറ്റമിൻ എ ഉള്ളത് ക്യാരറ്റ് ജ്യൂസിലാണ്. അതിനെ കൊണ്ട് ക്യാരറ്റ് ജ്യൂസ് ഡെയിലി ഒരു ഗ്ലാസ് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതിൽ പഞ്ചസാരയോ ഹണിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, തന്നെ അങ്ങോട്ട് കുടിച്ചാൽ മതി. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതുമാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ക്യാരറ്റ് ജ്യൂസ്, അതിനെ കൊണ്ടാണ്. അപ്പൊ ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നത് ഭയങ്കര നല്ലതാണ്. ക്യാരറ്റ് ജ്യൂസ് നമ്മുടെ ഹെയറിന് മാത്രമല്ല, നമ്മുടെ സ്കിന്നിനാണെങ്കിലും ശരി നല്ല ബ്രൈറ്റ് ഗ്ലോയിങ് ആയിട്ട് അല്ലെങ്കിൽ ഫെയർ ലുക്ക് കൊടുക്കാനും ക്യാരറ്റ് ജ്യൂസ് സഹായിക്കും. അപ്പം ഒരു വടിക്ക് 2 പക്ഷി ആയില്ല. അതുകൊണ്ട് ക്യാരറ്റ് ജ്യൂസ് ഡെയിലി കുടിച്ചോളൂ. ലാസ്റ്റ് 1-2 എണ്ണം കൂടി പറയാം. എല്ലാവർക്കും അറിയുന്നതാണ് നന്നായിട്ട് വെള്ളം കുടിക്കണം എന്നുള്ളത്. അപ്പം നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കണം. വെള്ളത്തിന്റെ കണ്ടന്റ് ഏറ്റവും വലുതാണ്. കൂടാണ്ട് നിങ്ങൾ ഗോതമ്പ്, പിന്നെ ഓട്സ് അങ്ങനെയുള്ളത് കഴിക്കുന്നതും ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ ഹെയറിന് ഗ്രോത്തിന്. കൂടാണ്ട് അവോക്കാഡോ, അതായത് ബട്ടർ ഫ്രൂട്ട് എന്ന് പറയും, അത് ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ശരി. അപ്പൊ ഈ 2-3 കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏറ്റവും ദി ബെസ്റ്റ് ആയിരിക്കും. അത് കൂടാണ്ട് ഇതൊക്കെ നിങ്ങൾ ഡയറ്റിൽ ഡെയിലി 1 പ്രാവശ്യം 2 പ്രാവശ്യമെങ്കിലും ഈ ഫ്രൂട്ട്സും അല്ലെങ്കിൽ ഈ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജ്യൂസസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും പെട്ടെന്ന് തന്നെ. കൂടാണ്ട് ഞാൻ പറഞ്ഞ ഹെയർ മാസ്കുകളും പാക്കുകളും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് തന്നെ ഹെയർ ഫോൾ കുറയ്ക്കാനും ഹെയർ ഗ്രോത്ത് കൂട്ടാനും സഹായിക്കും. അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓൾസോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം. കൂടുതൽ മെസ്സേജസ് അയക്കാനും നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഇൻസ്റ്റാഗ്രാം സഹായിക്കും. അതിനെക്കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, എനിക്ക് മെസ്സേജസ് അയക്കുക. ആസ് ഓൾവേസ്, ലവ് യു ഓൾ.